സാർ, എനിക്ക് പറയാനുള്ളത് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയാണ്, പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ നവകേരളത്തിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് വീടുണ്ടാകും. ഈ നവകേരളത്തിൽ ജനാധിപത്യം പുലരും. ഈ നവകേരളത്തിൽ മതേതരത്വം പുലരും. സാർ, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ പി ടി തോമസ് പറഞ്ഞു പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞു. സാർ, ബാലനായിരിക്കുമ്പോൾ കൗമാരപ്രായത്തിൽ തൊഴിലാളികൾക്കിടയിലും കർഷകർക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ട് മുഷ്ടിയാകാശത്തേക്ക് ചുരുട്ടി ഇൻകുലാബ് വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം നടന്ന നേതാവാണ് സാർ സഖാവ് പിണറായി വിജയൻ. 71 തലശ്ശേരി കലാപത്തിൽ മതസ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി നെഞ്ചുറപ്പോടെ നിന്ന, വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന നേതാവാണ് സാർ സഖാവ് പിണറായി വിജയൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ കപ്പൽ ആടി ഉലയുകയല്ല. ഈ കപ്പൽ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണ്. ആ തീരത്ത് വിജയത്തിന്റെ ചെങ്കൊടി പാറും. അവിടെ ജനാധിപത്യവും മതേതരത്വവും പുലരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയും ഒരിക്കൽ കൂടി അവിശ്വാസ പ്രമേയത്തെ അതിശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. കേട്ടല്ലോ, നമ്മുടെ പ്രിയങ്കരിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് 2020 നിയമസഭയിൽ പ്രസംഗിച്ചതിൻ്റെ ചെറിയ ഭാഗമാണ്. അതിൽ അവർ പറയുകയാണ്, ആടി ഉലയില്ല സർ ഈ കപ്പൽ. ഇതിനെ നയിക്കുന്നത് ആരാണ്? സാക്ഷാൽ പിണറായി വിജയൻ അഥവാ പിണങ്ങാണ്ടി ദൈവമാണ്. ആ പിണങ്ങാണ്ടി ദൈവം മുമ്പ് തലശ്ശേരി കലാപത്തിൽ അവിടെ മുസ്ലിങ്ങളെ രക്ഷിച്ചിരുന്നു, പള്ളികൾ രക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ നാരായണൻ എന്ന് പറയുന്ന ഒരു കള്ള് ഷാപ്പിൽ മദ്യപിച്ച് ലക്ക് കെട്ട ഒരാള് കത്തിക്കുത്തേറ്റ് മരിച്ചു. എല്ലാ പത്രങ്ങളും വാർത്ത വന്നു. പിറ്റേ ദിവസം പിണറായി വിജയൻ ആ കത്തിക്കുത്തേറ്റ് മരിച്ച ആളെ എന്തായി, RSSകാരുടെ കുത്തേറ്റ് മരിച്ച ആളായി മാറ്റി അതോടൊപ്പം പള്ളികൾ സംരക്ഷിച്ച ആളായി മാറ്റി. അതാണ് പിണറായി വിജയൻ. അങ്ങനെയുള്ള പിണറായി വിജയനെയാണ് അവിടെ തലശ്ശേരി കലാപം അവിടെ മുസ്ലിങ്ങളെ സംരക്ഷിച്ച ആളാന്നുള്ള ചിത്രീകരിച്ചത്. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, പിണറായി വിജയൻ കേരളത്തിന്റെ സംരക്ഷകനാണ്. നവകേരളയിലേക്ക് ഇങ്ങനെ കപ്പൽ വരികയാണെന്ന് കണ്ടില്ലേ? കപ്പൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം മുച്ചോട് നശിപ്പിച്ച് കേരളത്തെ ഇല്ലാതാക്കി കട്ടുമുടിച്ച് വിദേശത്ത് കോടാനുകോടി രൂപ എത്തിച്ച മഹാനായ വ്യക്തിയാണ് ഈ പിണങ്ങാണ്ടി ദൈവം. ആ പിണങ്ങാണ്ടി ദൈവത്തെ കുഴലൂത്ത് നടത്തി സുഖിപ്പിച്ച് സ്വർഗത്തിൽ എത്തിക്കുന്ന പരിപാടിയായിരുന്നു ആർക്ക്? നമ്മുടെ വീണ ജോർജിന്. ആ വീണ ജോർജിന്റെ സുഖിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കപ്പൽ ആടിയുലയില്ല സാർ, ഈ കപ്പലിന്റെ കപ്പിത്താൻ പിണറായി ആണ് സാർ എന്ന് പറഞ്ഞ് സുഖിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആരോഗ്യവകുപ്പ് എന്താണ് സ്ഥിതി? കുത്തഴിഞ്ഞതാക്കി, പട്ടികൾ കയറിക്കിടക്കുന്ന സ്ഥലമാക്കി. അവിടെ വേണ്ടത്ര ചികിത്സയുണ്ടോ? ഇല്ല. ബലാത്സംഗക്കാർക്ക് നല്ല സ്ഥലമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു യുവതിയെ ബലാത്സംഗം നടത്തിയ ജീവനക്കാരെ സംരക്ഷിച്ചിട്ടുള്ള ഒരാളാണ് ആര്? നമ്മുടെ വീണ ജോർജ്. അതേപോലെ തന്നെ അവിടെ തന്നെ ഒരു കത്രിക ശരീരത്തിനുള്ളിൽ ശസ്ത്രക്രിയ ചെയ്ത് വെച്ചപ്പം ആ യുവതിയോട് പറഞ്ഞു, ഞാനുണ്ട് മോളെ നിന്റെ കൂടെ. ഏത് മോളെ? വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നേ വരെ ആ പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാത്ത ഒരാളാണ് ഈ വീണ ജോർജ്. കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന കാലത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അവർ അത്രയും മികവുറ്റ ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു. എന്നാൽ ഈ വീണ ജോർജ് വന്നതോടുകൂടി ആ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് മാത്രമല്ല, പഴയ ഉപയോഗിക്കാൻ പാടില്ലാത്ത കാലപ്പഴക്കം ചെന്ന മരുന്നുകളടക്കം വാങ്ങി അതിന്റെ കമ്മീഷൻ അടിച്ചു പറ്റി വിദേശത്ത് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് അവിടെ കോടികൾ എത്തിച്ചിട്ടുള്ള ഒരാളാണ് ആര്? വീണ ജോർജ്. സ്വന്തം ഭർത്താവും ഭാര്യയും കൂടെ പ്രധാനപ്പെട്ട പണി എല്ലാ ശനിയും ഞായർ ദിവസം മരുന്ന് കമ്പനികളുമായി വില പേശലാണ്. പിണറായി വിജയൻ ഇത്ര, എനിക്കിത്ര എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അവ വിദേശത്ത് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്നു, അവിടെ ബിനാമി അക്കൗണ്ടുകളിൽ ഫണ്ട് എത്തിക്കുന്നു. അങ്ങനെ ഭർത്താവും ഭാര്യയും കൂടെയുള്ള പ്രധാനപ്പെട്ട പരിപാടി ഈ തട്ടിപ്പാണ്. പിന്നെ ഇങ്ങനെ ആരോഗ്യവകുപ്പ് നന്നാവും? കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെ മരുന്ന് മേടിക്കാൻ പറ്റുമോ? അവർക്ക് സൂക്കടക്കാരായി തീർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ മാറാണത്ത് കല്ലെടുത്താലും നമുക്ക് കമ്മീഷൻ കിട്ടുമല്ലോ എന്നുള്ളതാണ്. എക്യുപ്മെന്റ്സ് മേടിക്കുന്ന കാര്യത്തിലായാലും ശരി, മരുന്ന് മേടിക്കുന്ന കാര്യത്തിലായാലും ആ 10,000 കോടി രൂപയുടെ വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. അതിലൂടെയുള്ള കമ്മീഷൻ എത്ര കോടികൾ കിട്ടുന്നതാണ്. അതേപോലെ കിഫ്ബി പദ്ധതിയിലൂടെ ബിൽഡിങ്ങുകൾ പണിഞ്ഞിട്ടുണ്ട്. ആ ബിൽഡിംഗ് പണിഞ്ഞതിലൂടെ കോൺട്രാക്ട്
അന്ന് കിട്ടിയ കമ്മീഷൻ എത്രയാണ്? ഒരു പങ്ക് വീണ ജോർജിനുള്ളതാണ്. നേരത്തെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് വ്യക്തമായ തെളിവ്. സരിതാ നായർ കൃത്യമായി വീണ ജോർജിന്റെ സെക്രട്ടറി സജീവുമായി സംസാരിക്കുന്ന റെക്കോർഡ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്. വീണ ജോർജ് പറഞ്ഞത് എന്താ അറിയാമോ? സരിതാ നായർ പറയുന്നതാണ്, വീണ ജോർജിനൊരു കമ്മീഷൻ, സജീവനൊരു കമ്മീഷൻ, അതേപോലെ നമ്മുടെ പിന്നെ ആരാണ്, പിണറായി ദൈവത്തിനും കമ്മീഷൻ കൊടുത്ത് അറിഞ്ഞുകൊണ്ടാണ് 1250 നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങൾ നടത്തിയത്. ഏകദേശം എത്ര 1500 കോടിയുടെ സംഭവമാണ്. 1-2 രൂപയല്ല, 60 ലക്ഷം രൂപയാണ് ഒക്കെയാണ് അതിന്. സോറി, ഏകദേശം 500 കോടിയോളം രൂപയുടെ ഇടപാടാണ്. 60 ലക്ഷം രൂപയൊക്കെയാണ് ഓരോ നിയമനത്തിനും വാങ്ങിയിട്ടുള്ളത്. പിന്നെ സ്ഥിരമാക്കാന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷം എത്ര ആയിരക്കണക്കിന് ആളുകളെ താൽക്കാലിക നിയമനത്തിൽ എടുത്തിട്ടുണ്ട്. ഒക്കെ CPM-കാരൻ്റെ ആൾക്കാരാണ്. പക്ഷെ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് നിയമനം. ഇതുപോലുള്ള തട്ടിപ്പുകാരി ഇരിക്കുന്നിടത്തോളം കാലം ഈ ആരോഗ്യവകുപ്പ് നന്നാവില്ല. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പച്ചയ്ക്ക് ഈ വീണ ജോർജിനെ വലിച്ചു കീറി ഒട്ടിച്ച് നിയമസഭയിൽ നമ്മുടെ മാത്യു കുഴൽനാടൻ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. നമ്മൾ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന സംഭവം കറോ പശുവാക്കി മാറ്റി ആ വകുപ്പിനെ ഇല്ലാതാക്കി നശിപ്പിച്ചു. അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഈ തട്ടിപ്പുകാരിയാണ് എന്ന് പറയാൻ പറ്റും. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണമായി കേൾക്കാം. സർ, ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ ഈ സഭയിൽ വന്ന സമയം മുതൽ നിരന്തരം ടോൾ ക്ലെയിംസ് ആണ്. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി ഈ സഭയിൽ തന്നെ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു, കേരളമാണ് നമ്പർ 1, കേരളം ലോകത്തെ അമേരിക്കയിലും കടത്തി വെട്ടി നിൽക്കുക എന്നാണ് പറയുന്നത്. അതിനവർ എപ്പോഴും ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്ക് തൊട്ടു മുമ്പ് പ്രസംഗിച്ച മുരളി അദ്ദേഹം പറഞ്ഞില്ലേ, ഇവ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് വളരെ കുറവാണ്, ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യം കേരളത്തിൽ വളരെ കൂടുതലാണ്. ഞാൻ ആരോഗ്യമന്ത്രിക്ക് ഒരു ഡോക്യുമെന്റ് തരുന്നുണ്ട്. 1913 ബ്രിട്ടീഷുകാർ എഴുതിയ ഡോക്യുമെന്റാണ്. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ളത് തിരുവിതാംകൂർ രാജ്യത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 1913 മുതലുള്ള കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇന്ന് ഏറ്റവും ഇതായിട്ട് തോന്നിയത്, നിങ്ങൾ വളരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ അസംബ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാതൃമരണ നിരക്ക് കുറഞ്ഞു വരികയാണെന്ന്. ഞാൻ ഇന്ന് ഈ ഗവൺമെന്റ് ഇന്നത്തെ ദിവസം ടേബിൾ ചെയ്ത നമ്മുടെ ഇതുണ്ട്, എക്കണോമിക് റിവ്യൂ ഉണ്ട്. ആ എക്കണോമിക് റിവ്യൂവിന്റെ അധ്യായം 1 15ാമത്തെ പേജിൽ ഞാനൊരു 2 വരി വായിക്കാം. ഗർഭധാരണം മൂലമോ അലസൽ മൂലമോ 1 ലക്ഷം ജീവനുള്ള ജനങ്ങളിൽ എത്ര മാതൃമരണങ്ങൾ സംഭവിക്കുന്നു എന്നാണ് മാതൃമരണ നിരക്ക്. സ്ത്രീകൾക്കിടയിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത പ്രതിനിധീകരിക്കാൻ MMR ഉപയോഗിക്കുന്നു. കേരളത്തിലെ MMR 2010 30 ആയിരുന്നത് 2021 19 2022 22 2023 25 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ്സ് യുവർ ഡോക്യുമെന്റ്, ഇറ്റ്സ് യുവർ സ്റ്റാറ്റിക്സ്. ഇത് ഇന്ന് ടേബിൾ ചെയ്ത് ഇന്നത്തെ ദിവസം ടേബിൾ ചെയ്താണ് മാതൃമരണ നിരക്ക്. കഴിഞ്ഞ ഓരോ വർഷം വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് ഈ സംസ്ഥാനം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ ഈ നിലയ്ക്കുള്ള ക്ലെയിംസ് ദയവ് ചെയ്ത് ആദ്യം നിർത്തുക. ആദ്യം വളരെ ജനങ്ങളെ സേവിക്കാൻ പാകത്ത് എന്താണ് സംഭവം, എന്തെങ്കിലും തെറ്റുകുറ്റോ എന്തെങ്കിലും വീഴ്ചയോ പാലിച്ചോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ തയ്യാറാവുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ പിന്നെ ഒരു ആരോഗ്യ സംവിധാനത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ എന്താണ് സാർ? ഏറ്റവും ക്രിട്ടിക്കൽ കെയർ ആണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തില് മെഡിക്കൽ കോളേജുകളിലല്ലാതെ ഒരു ജില്ലാ ആശുപത്രിയിലോ താലൂക്ക് ആശുപത്രിയിലോ എവിടെയും 24 hours ക്രിട്ടിക്കൽ കെയർ ഇല്ല. 24 hours ക്രിട്ടിക്കൽ കെയർ ഇല്ല. നിങ്ങൾക്ക് വേണം എനിക്ക് ഉണ്ടെന്ന് പറയാം, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ വേണം. ഇനി നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ 6000-ലധികം ഡോക്ടർമാർ ആരോഗ്യ വകുപ്പിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6013 എത്രയെങ്കിലും ആട്ടെ, 6000 ഡോക്ടർമാരുണ്ട്. അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാര് ടു മൈ നോളജ് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നത് 20 പേരാണ്. 20 പേര്. ഇപ്പൊ വീണ്ടും ഈ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് 30 പേരെ കൂടി ആഡ് ചെയ്ത് ആകെ 50 സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ആണ് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിലുള്ളത്. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇനിയിപ്പോ മന്ത്രിയല്ലോ ചികിത്സിക്കുന്നത്, മന്ത്രി കുറ്റം പറയാൻ പറ്റില്ല. മന്ത്രി ഡോക്ടർമാരാണ് ചികിത്സ നടത്തുന്നത്, ഡോക്ടർമാരുടെ പിഴവാണ്, ഈ കാര്യങ്ങളെല്ലാം പറയാം. ഇപ്പൊ മുരളി സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ UDF-ന്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചു. സാർ, അധികം ദൂരമൊന്നുമില്ല. ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ദേവി എന്ന് പറഞ്ഞ സ്ത്രീ പ്രസവത്തിന് പോയി. അവര് സുഖപ്രസവമായിരുന്നു. അതിനുശേഷം അവർക്ക് തീവ്രമായ വേദനയും ദുർഗന്ധമൊക്കെ അനുഭവപ്പെട്ടു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി കണ്ടു, ഒരു കുഴപ്പമില്ല, വെള്ളം കുടിക്കാൻ പറഞ്ഞ് തിരിച്ചു വിട്ടു. 75 ദിവസം കഴിഞ്ഞപ്പോ ദുർഗന്ധം വമിക്കുന്ന തുണി അവരുടെ നിന്ന് പുറത്തു വന്നു. നിങ്ങൾ ഈ പ്രസംഗിക്കുമ്പോ UDF-ന്റെ കാലത്ത് ഇതായിരുന്നു പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഡിസംബർ 26 സംഭവം നിങ്ങളൊന്ന് അന്വേഷിക്കുക.
നിങ്ങളിങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ട് ഇനിയിപ്പോ ചികിത്സയും പിഴവും ഒക്കെ ഡോക്ടർമാരാണ്. ഞാൻ ഒരു കാര്യം എല്ലാ MLA-മാർക്കും വേണ്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോ മിനിസ്റ്ററുടെ എഫിഷ്യൻസി ഭയങ്കരമായ അഡ്മിനിസ്ട്രേഷൻ ആണെന്നാണല്ലോ പറയുന്നത്. സാർ 2021-22 MLA ഫണ്ടിൽ നിന്നും 4 കോടി വീതം നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിടിച്ചില്ലേ? അന്ന് നിങ്ങൾ പറഞ്ഞത് എന്താ? അന്ന് നിങ്ങളുടെ ഇതുപോലെ തന്നെയുള്ള ടോൾ ക്ലെയിം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ലിൻഡോ ചോദ്യം ചോദിച്ചു പറഞ്ഞു, ചോദ്യം ഇതാണ്, സാമ്പത്തിക വർഷം നിയോജകമണ്ഡലത്തിൽ ആസ്തി 4 കോടി രൂപ പിടിച്ച് ആരോഗ്യമേഖല നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വിശദമാക്കാവും. സർക്കാർ ഉത്തരവാദിത്തം കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് 140 മണ്ഡലങ്ങളിൽ ആരോഗ്യ കിഫ്ബി MLA സംയുക്തമായി അനുവദിച്ചുകൊണ്ട് 10 കിടക്കകൾ ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം ഇതിന് മറുപടി പറയുമ്പോൾ അങ്ങ് ദയവ് ചെയ്ത് പറയണം, എത്ര ഐസൊലേഷൻ വാർഡ് ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത്? 2020 പൈസ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. MLA ഫണ്ടിൽ 4 കോടി വീതം 140 MLA-മാരുടെ പൈസ കൈ കിട്ടിയതല്ലേ? How many isolation wards are working in the state now? അതാണ് മിനിസ്റ്ററുടെ എഫിഷ്യൻസി പറയേണ്ടത്. ഞാൻ അധികം സമയമില്ലാതെ നീട്ടി പോകുന്നില്ല സാർ. നമ്മള് ആരോഗ്യ രംഗത്ത് ചികിത്സ മാത്രമല്ലല്ലോ, രോഗം വരാതെ പ്രതിരോധം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലെയിം പറയാം, ഇന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിൽ, പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ കേരളം ഏറ്റവും മുൻപന്തിയിലാണ്, ഏറ്റവും മുകളിലാണ്. സാർ വളരെ അലാമിംഗ് ആണ് സാർ. ഈ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇനിയിപ്പോ നിങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങളുടെ എല്ലാ പറയുന്ന കണക്കുകൾ ഇങ്ങനെയാണല്ലോ. UDF-ന്റെ കാലത്ത് അങ്ങനെ ഇങ്ങനെയാണ്. 2015 കണക്ക് എന്റെ കയ്യിലുണ്ട്. 2015 ഡെങ്കു വന്ന് മരിച്ചവരുടെ എണ്ണം 29 ആയിരുന്നെങ്കിൽ 2026 ഡെങ്കു വന്ന് മരിച്ചവരുടെ എണ്ണം 56 ആണ്. നമ്മൾ എണ്ണം മെച്ചപ്പെടുകയാണല്ലോ എന്ന് പറയാലോ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിസില് മരിച്ചവരുടെ എണ്ണം അന്ന് 43 ആയിരുന്നു സാർ 2015. 2026 ആയപ്പോ മികച്ച നമ്പർ 1ലേക്ക് പോയതുകൊണ്ട് 223 പേര് മരിച്ചിട്ടുണ്ട്. ദിസ് ഓൾ ഒഫീഷ്യൽ ഡേറ്റ, ഒഫീഷ്യൽ റെക്കോർഡ്സ്. ഹെപ്പറ്റൈറ്റിസ് എയില് 2015 പിന്നെ മുരളീധരൻ പറഞ്ഞപ്പോ ഇപ്പൊ UDF-ന്റെ കാലത്ത് അറിയാൻ താല്പര്യമുള്ളതാണ് ഈ പറഞ്ഞത്. ഹെപ്പറ്റൈറ്റിസ് എയില് 10 പേര് മരിച്ചപ്പോ ഹെപ്പറ്റൈറ്റിസ് എയില് 2026 ആയപ്പോ നമ്പർ 1 കേരളത്തില് 69 പേരാണ് സാർ മരിച്ചത്. ചികിത്സാ സംവിധാനങ്ങളും സാധ്യതകളും ഒക്കെ വർദ്ധിച്ചു വരികയാണല്ലോ. ഇനിയിപ്പോ ഇതുപോലെ ഓരോന്ന് ഇനിയിപ്പോ ഞാൻ വേറൊരു കാര്യം പറയാം സാർ. ഇന്നിപ്പോ 2026 തുടങ്ങിയിട്ട് 26 ദിവസമായിട്ടുണ്ട്. ഈ 26 ദിവസത്തിനകത്ത് ഡെങ്കു ഫീവർ വന്ന് 4 പേര് ഇതിനോടകം മരിച്ചു. ലെപ്റ്റോസ്പൈറോസിൽ 2 പേര് മരിച്ചു. ഹെപ്പറ്റൈറ്റിസ് എയില് 4 പേര് മരിച്ചു. റാബിസ് അതായത് പേപ്പട്ടി വിഷബാധ വന്ന 2 പേരെ ഐഡന്റിഫൈ ചെയ്ത് അവർ 2 പേരും മരിച്ചു. ഇനി ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തില് ഇതിനോടകം 26 ദിവസത്തിനകത്ത് കേരളത്തിൽ 6 പേര് മരിച്ചു. ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സർ നമുക്ക് ഇതെല്ലാം പറയാം. ഞങ്ങളിപ്പോ അടച്ച് കുറ്റം പറയാൻ വേണ്ടി പറയുന്നില്ല. ആരോഗ്യ മേഖല കേരളത്തിലെ ഏറ്റവും അഭിമാനമായിരുന്ന ഒരു മേഖലയാണ്. ഇപ്പോ എനിക്ക് എന്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു അനുഭവം എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ എന്നെ വിളിച്ച് വളരെ വൈൽഡായിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇവിടം വരെ വരണം സാർ, സാർ അഴിമതിക്കെതിരെയൊക്കെ വലിയ പോരാട്ടം നടത്തുന്ന ആളാണ്, സാറിന് ഇത് ചോദ്യം ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ സാർ ഇവിടം വരെ ഒന്ന് വാ, കേൾക്കാം. അവിടെ വയലന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം 4 വർഷം മുമ്പ് ആ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിന്റെ കാർഡ് വെച്ച് ചികിത്സിച്ചാണ്. ഇപ്പൊ ആ കാർഡ് വെച്ച് ചികിത്സിക്കാൻ ചെന്നപ്പോ പൈസ അടയ്ക്കാൻ പറഞ്ഞു. ഇവര് അഴിമതി, പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തിന് അറിയാം, പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. സാർ ഞാൻ ഈ കാർഡ് കൊണ്ട് ഇവിടെ ചികിത്സിച്ച എന്നെ ഇപ്പൊ ഈ സ്ത്രീ എന്നോട് പൈസ അടയ്ക്കാൻ പറയാണ്. സാർ ഈ അഴിമതി ചോദ്യം ചെയ്യണമെന്ന് അവർ പറയാണ്. കാര്യമില്ല സാർ, ഈ കാസ്പിൽ നിന്നും നിങ്ങൾ പൈസ അടയ്ക്കാത്തതുകൊണ്ട് ആയിരക്കണക്കിന് ആശുപത്രികൾ പിൻവാങ്ങി. ഇവിടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു ചികിത്സാ സൗകര്യം ഇല്ലാതായി. അതെല്ലാം നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഎഫിഷ്യൻസിയാണ്. നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഎഫിഷ്യൻസി അഡ്മിറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ഈ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കണം. ഈ അട്ടഹാസവും ഇതൊന്ന് അവസാനിപ്പിക്കും. ഞാൻ യഥാർത്ഥത്തിൽ നോക്കുമ്പോ ആരോഗ്യ വകുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അഹങ്കാരവും ആക്ഷേപവുമാണ്. എപ്പോ സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും ആരെയും ആക്ഷേപിക്കാൻ ഒരു മടിയില്ല. ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും നടന്നിട്ടുള്ള കാര്യങ്ങളും ആളുകൾ എണ്ണി പറഞ്ഞാൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ കഴിയാതെ വരും. പക്ഷെ അതൊരു മര്യാദ കൊണ്ട് ഞങ്ങള് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യങ്ങൾ വേളം വെക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് വിനയത്തോടുകൂടി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഉൾക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നന്നാക്കുക, അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ വിധി എഴുതട്ടെ.